ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്യുന്ന സന്തോഷത്തിന് സദ്വാർത്ത പരമ്പരയുടെ 98-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വചനചിന്ത വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വേദഭാഗത്തെ അധികരിച്ചാണ്. തേജസ്കരണത്തിന് ശേഷമുള്ള 5-ാം ഞായറാഴ്ച തേജസ്കരണ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഈ വചനഭാഗം നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി സഭ നമുക്ക് തരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ധ്യാനിക്കുന്നതിനും അല്പസമയം നമുക്ക് മാറ്റിവെക്കാം. ഈ വേദഭാഗത്തിൻ്റെ സമാന്തര ഭാഗങ്ങളാണ് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള വചനഭാഗവും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 31 വരെയുള്ള വചനഭാഗവും. ഈ സുവിശേഷ ഭാഗങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം, നിത്യജീവനെക്കുറിച്ചുള്ള കാര്യമാണ് പരാമർശിക്കുക. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ചുങ്കക്കാരനും ഫരിസേയനും പ്രാർത്ഥിക്കുവാൻ പോയ സംഭവവുമായി ബന്ധപ്പെട്ട് ഫരിസേയനേക്കാൾ കൂടുതൽ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി തൻ്റെ ഭവനത്തിലേക്ക് പോയി എന്ന് സുവിശേഷകൻ പറയുമ്പോൾ അത് അവൻ്റെ ഒരു നീതീകരണം എന്നുള്ള ചിന്തയാണ് അവിടെ കൈമാറുക. തുടർന്ന് വരുന്ന ഭാഗത്ത് ശിശുക്കൾ ദൈവരാജ്യത്തിന് അർഹരാകും, ശിശുക്കളെ പോലെയുള്ളവരാണ് ദൈവരാജ്യത്തിന് അർഹരാകുന്നത് എന്നുള്ള പഠിപ്പിക്കൽ യേശു നടത്തുന്നു. ഇത് തുടർന്ന് വരുന്ന ഭാഗമാണ്. ഈ രണ്ട് പ്രത്യേകമായ ഭാഗങ്ങളെ തുടർന്ന് വരുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് സഭ നമുക്ക് തന്നിരിക്കുന്നത്. ലൂക്ക 18 മുതൽ 30 വരെയുള്ള വചനഭാഗം. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന ഒരു രീതി അവിടെ പറയുകയാണ്, ഒരു അധികാരി യേശുവിനെ സമീപിച്ച് ചോദിച്ചു എന്ന്. അതേസമയം വിശുദ്ധ മർക്കോസിൽ ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു എന്ന് പറയുന്നു. വിശുദ്ധ മത്തായി ആകട്ടെ ഒരു യുവാവ് യേശുവിനെ സമീപിച്ച് ചോദിച്ചു എന്ന് പറയുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു അധികാരിയായ മനുഷ്യൻ യഹൂദ കൂട്ടായ്മയിൽ അറിവുള്ളവനാണ്, അതുപോലെ തന്നെ അവരുടെ ഇടയിൽ മാന്യനാണ്, അംഗീകരിക്കപ്പെടുന്നവനാണ്. അങ്ങനെയുള്ളവൻ്റെ ചിന്തയിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്. യേശുവിനെ സംബോധന ചെയ്യുന്നത് ഇപ്രകാരമാണ്: നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? നല്ലവൻ എന്നുള്ള ഒരു സംബോധന അവൻ യേശുവിന് കൊടുക്കുന്നു. യേശു ആകട്ടെ, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവൻ മാത്രമാണല്ലോ നല്ലവൻ എന്ന് യേശു തിരിച്ചു പറയുന്നുണ്ട്. ദൈവം നന്മയുടെ പൂർത്തിഭാവമാണ്. ആ ദൈവത്തിൻ്റെ നന്മ മനുഷ്യരിൽ കാണുവാൻ നമുക്ക് സാധിക്കണം. കേവലം വാക്കുകൊണ്ട് അധരങ്ങൾ കൊണ്ട് മാത്രം പറയേണ്ട ഒന്നല്ല, അനുഭവത്തിലൂടെ മനുഷ്യരുടെ നന്മ അറിയുവാൻ സാധിക്കണം. യേശുവിൻ്റെ നന്മ അറിയുവാൻ ഈ അധികാരിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകത്തക്കവണ്ണം അവൻ ചോദിക്കുകയാണ്. അവനെ ഒന്നുകൂടി ആ കാര്യം ബോധ്യപ്പെടുത്തുകയാണ് യേശു, ദൈവം മാത്രമാണല്ലോ നല്ലവൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നന്മ, അത് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ഒരു ചോദ്യം. ഇവിടെ ഈ ചോദ്യം യേശുവിനെ പരീക്ഷിക്കുവാനുള്ള ചോദ്യമല്ല. വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രതിയോഗികൾ എപ്പോഴും ചോദ്യ ശരങ്ങളുമായി യേശുവിനെ സമീപിക്കുന്നുണ്ട്. പലപ്പോഴും അത് യേശുവിനെ പരീക്ഷിക്കുവാനാണ്. എന്നാൽ ഈ അധികാരിയായ മനുഷ്യൻ യേശുവിനെ പരീക്ഷിക്കുക എന്നുള്ളതിലുപരിയായി അവനതൊന്നുകൂടി ബോധ്യപ്പെടുക എന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം. അവൻ പ്രകാരം ഒരു ചോദ്യം യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. യേശു പറയുകയാണ്, പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ,
യഹൂദരുടെ കൂടെയുള്ള അധികാരിയായ മനുഷ്യന് മോശയുടെ നിയമങ്ങളെക്കുറിച്ച് അറിവുണ്ട് എന്നുള്ള ബോധ്യത്തിൽ യേശു പറയുകയാണ്. കാരണം അവരൊക്കെ മോശയുടെ നിയമങ്ങൾ അക്ഷരസ്യ പാലിക്കുന്നവരാണ്. അതുകൊണ്ട് നിയമങ്ങൾ നിനക്കറിയാമല്ലോ എന്ന് യേശു പറയുന്നു. അതോട് ചേർത്ത് ദൈവപ്രമാണങ്ങൾ യേശു ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഈ ദൈവിക നിയമങ്ങൾ യേശു ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പഴയ ഉടമ്പടിയിലെ പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള ഭാഗത്തും നിയമാവർത്തനം 5-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള ഭാഗത്തും ദൈവകൽപ്പനകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ദൈവപ്രമാണങ്ങൾ ഇപ്രകാരം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ദൈവവുമായി ബന്ധമുള്ള ദൈവകൽപ്പനകളുണ്ട്, മനുഷ്യരുമായി ബന്ധപ്പെടുന്ന ദൈവകൽപ്പനകളുണ്ട്. ഇതിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന, മനുഷ്യരുമായി ബന്ധപ്പെടുന്ന ദൈവകൽപ്പനകളെ യേശു എടുത്ത് എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇവന് ബോധ്യം കൊടുക്കുകയാണ്. കാരണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കൽപ്പനകളൊക്കെ അത് കൃത്യമായി പാലിക്കുവാൻ തത്രപ്പെടുന്ന യഹൂദ കൂട്ടായ്മ, അവരുടെ നേതൃത്വം ചിലപ്പോൾ മനുഷ്യരുമായിട്ടുള്ളവരുടെ ബന്ധത്തിന് വില കൽപ്പിക്കാതെ പോകുന്നു. അതോർമ്മിപ്പിക്കുന്ന യേശു ഈ ഏതാനും കൽപ്പനകൾ അവൻ്റെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. അവൻ്റെ മറുപടി ഇവിടെ ശ്രദ്ധേയമാണ്. അവൻ പറഞ്ഞു, ചെറുപ്പകാലം മുതലേ ഇതെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. അവൻ ഒരു നല്ലവനാണ്, അവനൊരു അധികാരിയാണ്. അതുകൊണ്ട് അവൻ്റെ തന്നെ ജീവിതത്തിൽ അവൻ ഇപ്രകാരമുള്ള ഈ കൽപ്പനകൾ പാലിച്ചിട്ടുണ്ട് എന്ന് യേശുവിനോട് ഏറ്റു പറയുവാൻ മടിക്കുന്നില്ല. പക്ഷേ യേശു അവനോട് തുടർന്ന് പറയുകയാണ്, എന്നാൽ ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. ഇനിയും നിനക്കൊരു കുറവുണ്ട് എന്നുള്ളത് എന്താണ്? ഇത്തരുണത്തിൽ അവൻ്റെ സമ്പത്താണ് അവന് പ്രതിബന്ധമായിട്ട്, നിത്യജീവന് പ്രതിബന്ധമായി യേശു കാണുന്നത്. ധാരാളം സമ്പത്തുള്ള അവൻ ആ സമ്പത്തിനെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നു എങ്കിൽ അവനൊരു കുറവാണത്. അത് യേശു അവൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അവൻ ദൈവകൽപ്പനകൾ പാലിച്ചാലും ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലേക്കുള്ള യാത്രയിൽ അവന് ഉള്ള സമ്പത്ത് ഒരു പ്രതിബന്ധമാണ് എങ്കിൽ അവൻ അതിനെ മാറ്റണം. അവന് കൂടുതലുള്ളത് അവൻ്റെ കുറവായി യേശു പറയുകയാണ്. മനുഷ്യദൃഷ്ടിയിൽ ഒരു മനുഷ്യന് സമ്പത്തുള്ളത് വലിയ വലിപ്പമായി കാണാറുണ്ട്. യേശു പറയുന്നു, നിൻ്റെ സമ്പത്താണ് നിത്യജീവനിലേക്കുള്ള നിൻ്റെ പ്രതിബന്ധം. അതുകൊണ്ട് നീ അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. അതിനുശേഷം അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാവും. ആ നിക്ഷേപം നിൻ്റെ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് അനിവാര്യമാണ്. അതിനുശേഷം നീ എന്നെ അനുഗമിക്കുക. രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. ശിഷ്യത്വത്തിലേക്കാണ് യേശു അവനെ വിളിക്കുക. ആ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയിൽ അവന് പ്രതിബന്ധമായി നിൽക്കുന്നത് സമ്പത്താണ്. അതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനും ദരിദ്രരായ മനുഷ്യർക്ക് പങ്കിടുന്നതിനുമുള്ള ഒരു ചിന്ത അവനിലുണ്ടാകണം. അതോടൊപ്പം യേശുവിനെ അവൻ അനുധാവനം ചെയ്യണം. അനുധാവനം ചെയ്യുക എന്നുള്ളതിനുള്ള ഗ്രീക്ക് വാക്ക് അഖോലുഥേൻ എന്നാണ്. അഖോലുഥേൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു പിൻചെല്ലലല്ല, അത് പൂർണ്ണമായുള്ളൊരു ഉപേക്ഷയുടെ ഭാഗം കൂടിയാണ്. അതുപോലെ തന്നെ പൂർണ്ണമായ ഒരു കമ്മിറ്റ്മെൻ്റാണ്, ഒരു സമർപ്പണമാണ്. ആ സമർപ്പണത്തിൻ്റെ മൂല്യം, അതിൻ്റെ അന്ത്യം കർത്താവിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നത് വരെയാണ്. പുതിയ ഉടമ്പടി പുസ്തകങ്ങൾ നാം പരിശോധിച്ചാൽ ശിഷ്യത്വത്തിലേക്കുള്ള യേശുവിൻ്റെ വിളി, അത് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ യേശുവിനെ അനുഗമിക്കുവാനുള്ള, കുരിശിൽ തൻ്റെ ജീവൻ ബലി കഴിച്ചുകൊണ്ട് അനുഗമിക്കുവാനുള്ള വലിയൊരു വിളിയാണത്. പത്രോസിനെ എൻ്റെ ജീവിതത്തിൽ അവൻ പറയുന്നുണ്ട്, നീ എവിടെ പോയാലും, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറയുന്നു, നിനക്കിപ്പോൾ എന്നെ അനുഗമിക്കാൻ പറ്റുകയില്ല, നീ എന്നെ തള്ളിപ്പറയും, അതിനുശേഷം അനുഗമിക്കും. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം യേശു അവനെ വീണ്ടും യേശുവിൻ്റെ സ്നേഹം, യേശുവിലുള്ള സ്നേഹം പറയിപ്പിച്ചിട്ട്
അവനോട് പറയുന്നുണ്ട്, നീ എന്നെ അനുഗമിക്കുക, ഫോളോ മീ. അവൻ ഏതു തരത്തിലുള്ള മരണത്താൽ യേശുവിനെ അനുഗമിക്കണം എന്നുകൂടി അവിടെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. മരണമാണ് ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും പരമകാഷ്ഠ. ആ മരണം കർത്താവിന് വേണ്ടിയുള്ളൊരു മരണമാണ്. അപ്പം ശിഷ്യത്വത്തിലേക്കുള്ള വെളിയിൽ ഈ ഉപേക്ഷ, ഒരു സന്യസ്ത ജീവിതം, മനോഭാവം വളരെ അത്യാവശ്യമാണ്. ഈ സുവിശേഷ ഭാഗത്തിൽ കർത്താവുമായിട്ടുള്ള ഈ സംഭാഷണം ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് അവിടെ അവസാനിക്കുന്നത് അവൻ അധികം ദുഃഖിച്ചു, കാരണം അവൻ വലിയ സമ്പത്തുള്ളവനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ സമാന്തര സുവിശേഷകന്മാരായ വിശുദ്ധ മത്തായിയും മർക്കോസും ഈ സുവിശേഷ ഭാഗം അവസാനിപ്പിക്കുന്നത് അവൻ സങ്കടത്തോടെ മടങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. സങ്കടത്തോടെ മടങ്ങിപ്പോകുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ മറ്റൊരുവൻ, അതാണ് അവരുടെ അവതരണത്തിലെങ്കിൽ ലൂക്കാസ് വിശേഷകൻ ഈ ധനികനായ മനുഷ്യൻ മടങ്ങിപ്പോകുന്നതായിട്ട് പറയുന്നില്ല. അവനോട് യേശു തൻ്റെ സംഭാഷണം തുടരുകയാണ്. അവനെ നോക്കിക്കൊണ്ട് തുടർന്നുള്ള ഭാഗം യേശു പറയുകയാണ്. അത് ശ്രദ്ധേയമാണ്. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരമാണ്. കൂട്ടിച്ചേർക്കുകയാണ്, ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. യേശു കൊടുക്കുന്ന ഒരു വലിയ താരതമ്യം, ഒരു ഉപമ, എങ്ങനെയാണ് ധനികനായ ഒരു മനുഷ്യന് അവൻ്റെ സമ്പത്തിലുള്ള അമിതാശ്രയം സ്വർഗത്തിലേക്കുള്ള അവൻ്റെ യാത്രയിൽ, നിത്യജീവനിലേക്കുള്ള അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിബന്ധമാണ് എങ്കിൽ അതിനെ യേശു താരതമ്യപ്പെടുത്തുന്നത് മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മൃഗമെന്ന് യഹൂദർ കണക്കാക്കിയിരുന്ന, അന്നത്തെ കാലത്ത് കണക്കാക്കിയിരുന്ന പലസ്തീനായിലെ വലിയ മൃഗമായ ഒട്ടകം ഒരു സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എളുപ്പം എന്ന് യേശു പറയുകയാണ്. സൂചിയുടെ കുഴയിലുള്ള ദ്വാരം മനുഷ്യചിന്തയിൽ ഏറ്റവും ഒരു ദ്വാരമാണ്. അതിലൂടെ വലിയൊരു മൃഗം കിടക്കുന്നതിന് തുല്യമാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് യേശുവിനോട് പറയുന്നു. ഈ ഉപമ വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ബാഹ്യമായി നോക്കുമ്പോൾ ധനവാന്റെ സ്വർഗരാജ്യ പ്രവേശനത്തിന് ഒരു യോജിച്ച ഉപമയായിട്ട് നമുക്ക് തോന്നുകയില്ല. എങ്ങനെയാണ് ഒരു ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുക? പക്ഷേ ഇവിടുത്തെ സഭാപിതാക്കന്മാരുടെ കാലം മുതൽ ഇതിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ചില കയ്യെഴുത്ത് പ്രതികളിൽ അല്പം വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒട്ടകം എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ കമേലോസ് എന്നതാണ് ഉപയോഗിക്കുക. എന്നാൽ ഒരക്ഷരം മാറ്റി ഉപയോഗിക്കുമ്പോൾ കമീലോസ് എന്നുപയോഗിക്കുമ്പോൾ അതിന് അർത്ഥം വടം എന്നാണ്. കമേലോസ് എന്ന് പറഞ്ഞാൽ ഒട്ടകവും കമീലോസ് എന്ന് പറഞ്ഞാൽ വടവുമാണ്. സൂചിക്കുഴ എന്ന് പറയുന്ന ഒരു പട്ടണത്തിനെ കുറിച്ചുള്ള പരാമർശവും അന്നത്തെ പാരമ്പര്യത്തിലുണ്ട്. അപ്പോൾ സൂചിക്കുഴ എന്നുള്ള ആ പരാമർശമാണ് എങ്കിൽ ഒട്ടകം അതിലൂടെ ഒട്ടകം അതിലെ കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കേവലം ഒരു സൂചിയുടെ കുഴയല്ല, ഒരു പട്ടണ കവാടത്തിനുള്ള പേരാണെങ്കിൽ അതിലെ കടന്നു പോകുന്നതിനെക്കുറിച്ച് ആണ് അവിടെ പരാമർശിക്കുക. എന്നാൽ ഞാൻ രണ്ടാമത് പറഞ്ഞതുപോലെ ഇതിൻ്റെ വാക്ക് കമീലോസ് എന്ന് വടം എന്നുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ സൂചിക്കുഴ എന്നുള്ളത് നാം മനസ്സിലാക്കുന്ന സൂചിയുടെ കുഴയിലൂടെ നൂലിന് പകരം ഒരു വടം കടക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെയാണ് സ്വർഗരാജ്യത്തിലേക്ക് ധനവാൻ കടന്നു പോകുന്നത് എന്ന് ഇവിടെ അർത്ഥമാക്കാം. സ്നേഹമുള്ളവരെ, ഒരു വടം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് ദുഷ്കരമാണ് എന്ന് പറയുന്നത് ആ വ്യാഖ്യാനം അല്പം കൂടി നമുക്ക് സ്വീകാര്യമാണ്. ഇവിടെ കർത്താവ് ഇപ്രകാരം ഒരു ഉപമ പറയുമ്പോൾ അവൻ പറഞ്ഞു, ഇത് കേട്ടവരെല്ലാം ഈ അധികാരിയായ മനുഷ്യനോട് ചേർന്ന് നിന്ന് തൻ്റെ ശിഷ്യന്മാരും ഇപ്രകാരം യേശുവിൻ്റെ വചസ്സുകൾ കേൾക്കുന്നു. അവർ പറയുകയാണ്, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയും? കർത്താവ് ഇത്രമാത്രം ധനികരായ മനുഷ്യർക്ക് അപ്രാപ്യമാണ് സ്വർഗരാജ്യ നിത്യജീവൻ എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അങ്ങനെയെങ്കിൽ ഈ സ്വർഗരാജ്യത്തിൽ അർഹരാകുവാൻ, കടന്നു ചെല്ലുവാൻ കഴിയും എന്നവർ ചോദിക്കുന്നു. അപ്പോൾ യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. യേശു പറയുന്നു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ നിത്യജീവനിലേക്കുള്ള യാത്ര അത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. നാം നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം നേടിയെടുക്കുന്നതല്ല. അതുകൊണ്ട്
മാനുഷികമായി സാധ്യം ആകാമെന്ന് കരുതുന്നതല്ല നിത്യജീവൻ നമുക്ക് ലഭിക്കുക എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ ദൂത് കൊടുക്കുമ്പോൾ അവൾ പറയുന്നു, ഇതെങ്ങനെ മാനുഷികമായ ദൃഷ്ടിയിൽ സാധ്യമാകും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. കർത്താവിൻ്റെ അമ്മയാകുവാനുള്ള എൻ്റെ വിളി എപ്രകാരം എന്നിൽ അന്വർത്ഥമാകുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ദൈവദൂതനായ ഗബ്രിയേൽ പറയുന്നുണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന്. മനുഷ്യർക്ക് സാധ്യമല്ലാത്തതൊക്കെ ദൈവത്തിന് സാധ്യമാണ്. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത് പറയുകയാണ്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ശിഷ്യന്മാരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഇതാ ഞങ്ങൾ സ്വന്തമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. അവർക്ക് സ്വന്തമായിട്ടുള്ള വള്ളവും വലയും അവരുടെ മത്സ്യബന്ധനത്തിനുള്ള സാധ്യതകളും കേവലം എന്തിനു പറയുന്നു, അവരുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ പോലെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ അവർ പോയവരാണ്. ഞങ്ങൾ ഇപ്രകാരം വന്നിരിക്കുന്നു, നിന്നെ അനുഗമിക്കുന്നു. ഞങ്ങൾ ദൈവരാജ്യം നിത്യജീവൻ ലഭിക്കുകയില്ലേ? യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകമടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരുവാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. യേശു പറയുന്ന ഈ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുധാവനം ചെയ്യുന്നവർക്ക് നിത്യജീവൻ ഭാവിയിലുള്ള ഒരു സമ്മാനമാണെങ്കിൽ ആ ഉപേക്ഷിച്ചതെല്ലാം ഈ ലോകത്തിൽ തന്നെ അനേക മടങ്ങ് ലഭിക്കുമെന്ന് യേശു ഉറപ്പായിട്ട് പറയുകയാണ്. കർത്താവിനെ പിൻചൊല്ലുന്നവർക്ക് കേവലം അവർക്ക് സ്വന്തമെന്ന് കരുതി ഉപേക്ഷിച്ചാൽ അതൊക്കെ അനേക മടങ്ങ് അവർക്ക് ലഭിക്കും. നമുക്ക് അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ ഇതൊക്കെ നമ്മുടെ സ്വന്തമാണ്. പക്ഷേ അതൊക്കെ ഉപേക്ഷിച്ചാലും കർത്താവിൻ്റെ വഴിയെ നാം പിൻചൊല്ലുമ്പോൾ, തന്നെ അനുഗമിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അവർക്ക് മാതാപിതാക്കളാണ്, സഹോദരന്മാരാണ്. അത് ഈ ലോകത്തിലുള്ള ഒരു അനുഭവമാണ്. കർത്താവിൻ്റെ വഴി പിൻചെന്ന വൈദികർക്കും സമർപ്പിതർക്കും ഈ ഒരു അനുഭവമുണ്ടല്ലോ. നാം ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിൽ അവരെല്ലാം ദൈവത്തിൻ്റെ ജനം മുഴുവൻ നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമായി കാണുന്ന ഒരു ദൈവശാസ്ത്ര വീക്ഷണം സഭ നമുക്ക് കൈമാറുന്നുണ്ടല്ലോ. നമ്മുടെയൊക്കെ അനുഭവമായി അത് നിലനിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഈ വചസ്സ് അന്വർത്ഥമാകുകയാണ്. അവസാനമായി യേശു പറയുന്നു, വരാനിരിക്കുന്ന രാജ്യത്തിൽ നിത്യജീവനും നമുക്ക് ലഭിക്കുമെന്ന്. ഈ ലോകവും വരാനിരിക്കുന്ന ലോകവും, ദൈവരാജ്യം എന്നുള്ളത് വരുവാനിരിക്കുന്ന ലോകത്തിൽ മാത്രം നാം അനുഭവിക്കേണ്ടതല്ല. ലൂക്കായുടെ അവതരണം അനുസരിച്ച് വ്യത്യസ്തമായ ഈ തലങ്ങൾ പറയുന്നുണ്ട്. ഈ ലോകത്തിലുള്ള പ്രതിഫലം, വരാനിരിക്കുന്ന ലോകത്തിലുള്ള പ്രതിഫലം. സ്നേഹമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം 2-3 ചിന്തകൾ നമുക്ക് കൈമാറുന്നതാണ്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ദൈവകൽപ്പനകൾ മാത്രം പാലിച്ചുകൊണ്ട് ഒരുവന് സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ പറ്റുകയില്ല. കർത്താവിൻ്റെ വഴികൾ നാം പിൻചെന്നുകൊണ്ട് അവിടുത്തെ ശിശുത്വത്തിലേക്ക് നാം കടന്നു വരണം. ആ യാത്രയ്ക്ക് പ്രതിബന്ധമായിട്ടുള്ളതെല്ലാം, നമ്മുടെ സമ്പത്താകട്ടെ, നമുക്ക് പ്രിയങ്കരമായിട്ടുള്ളതാകട്ടെ, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ടോട്ടൽ കമ്മിറ്റ്മെൻറ്റിലൂടെ, റിനൻസിയേഷനിലൂടെ കർത്താവിനെ, യേശുവിനെ പിൻചൊല്ലുവാനുള്ള ആ വലിയ വിളി സ്വീകരിക്കണമെന്ന് യേശു നമ്മുടെ മുമ്പിൽ പറയുകയാണ്. അങ്ങനെയുള്ളവർക്ക് നിത്യജീവൻ ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സുഗമമായ സ്വർഗീയ യാത്രയ്ക്ക് പ്രതിബന്ധമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു. ആ ശിഷ്യത്വത്തിൻ്റെ പ്രതിഫലം എല്ലാം 10 മടങ്ങ് ലഭിക്കുമെന്നും അതുപോലെ തന്നെ സ്വർഗരാജ്യം, നിത്യജീവൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ചിന്തയിൽ നമുക്ക് വളരാം. ഈ ചിന്തയനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. നമ്മുടെ സമ്പത്തിനോടും സ്വന്തമെന്ന് നാം കരുതുന്നതിനോടുള്ള നമ്മുടെ മനോഭാവങ്ങളെ മാറ്റിക്കുറിക്കാം. ഈ ധനികനായ മനുഷ്യൻ, ഈ അധികാരിയായ മനുഷ്യൻ, അവൻ ധനികനായിരുന്നപ്പോൾ യേശു അവന് കൊടുത്ത ഈ ചിന്ത നമ്മുടേതുകൂടിയാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.